പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുടെ ഒരു തുടർച്ചയായിട്ടാണ് ഞാൻ ഇന്ന് ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ആറ്റുകാൽ പൊങ്കാലയായി ബന്ധപ്പെട്ട് അവിടെ അതിനടുത്തുള്ള മുസ്ലിം പള്ളി തുറന്നു കൊടുത്ത ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കമൻസും നല്ല കമൻസും മോശം കമൻസും ഒക്കെ വന്നു. അത് എല്ലാവരും ആ വീഡിയോ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും അതിന് ശേഷവും കുറച്ച് കാര്യം കൂടി നിങ്ങളോട് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിചാരിതമായി ഞാൻ വേറെ ഒരു വീഡിയോ കൂടി കാണാനിടയായി. ഒരു ഉസ്താദ്, നവാസ് ഉസ്താദ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. അദ്ദേഹം ഹിന്ദുക്കളുടെ പുരാണങ്ങളിലെ ശ്ലോകം വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചൊല്ലുന്നത് നമുക്ക് കാണാം. ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി സംസാരിക്കാം. ക്ഷേത്രം പണ്ടൊക്കെ നാടകവും ഇതൊക്കെ അന്ന് നമ്മൾ ഈ ഫിത്രത്തിന്റെ കാലഘട്ടവും ജഹാലിയത്തിന്റെ കാലഘട്ടവും ഒക്കെ അല്ലേ. അപ്പൊ ഈ നാടകമൊക്കെ കാണാൻ വേണ്ടി പോയിരിക്കും. നമുക്കൊന്നും മനസ്സിലാവൂലെങ്കിലും ഫ്രണ്ടിൽ നമ്മൾ അല്ലാതെ തോന്നി കൊണ്ട് അവലോകത്തിൽ ഫസ്റ്റ് സഫിൽ നമ്മളുണ്ടാവും. അപ്പൊ ഈ ക്ഷേത്രത്തില് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ചെണ്ടമേളമല്ല, നാടകമല്ല, മിമിക്സ് അല്ല, അതല്ലെങ്കിൽ കൊടിയിറക്കമല്ല, കൊടിയേറ്റല്ല. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ആരാധന അന്നദാനമാണ് അല്ലേ. അന്നദാനം ഇഷ്ടംപോലെ കറികളൊക്കെ ഉണ്ടാവും. അന്ന് കഴിക്കാൻ ഞാൻ പോയിട്ടില്ല. അപ്പോ ഈ അന്നദാനത്തില് ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ അവര് കളക്ഷന് വരിക, ഓരോ വീടുകളിൽ കയറി വരും. അങ്ങനെ വന്നപ്പോ എന്റെ വീട്ടിന്റെ മുമ്പിലും വന്നു. അപ്പൊ ഒരു നോട്ടീസ് തന്നു. ആ നോട്ടീസ് ഞാൻ ഇങ്ങനെ മറിച്ച് നോക്കുമ്പോ കാണുന്നത് അവരുടെ ഒരു ശ്ലോകം അതിനകത്ത് എഴുതിയിരിക്കുക. നമ്മളിപ്പോ അസദഖത്ത് റദ്ദിൽ ബല എല്ലാ പാട്ടപ്പിരിവ്, ഈ കുടുക്ക എന്താ പറയുന്ന കുടുക്ക അല്ലെ, പാട്ടപ്പിരിവ്, ഈ പാട്ടയുടെ ഈ പള്ളിയിൽ നിന്ന് കൊണ്ടുവയ്ക്കുന്ന പോണിയില്ലേ, അപ്പൊ അതിൽ എഴുതിയിട്ടുണ്ടാവും അസദഖത്ത് റദ്ദുൽ ബല, സദക്ക വിപത്തിനെ തടയും എന്നൊക്കെ എഴുതിയിരിക്കും പോലെ ഇവരുടെ നോട്ടീസിൽ എഴുതിയിരിക്കുന്നത് ഒരു ശ്ലോകമാണ്. എന്താ ശ്ലോകം എന്നറിയോ? ആ ശ്ലോകമാണ് അവരുടെ ജീവിതത്തിൽ, ഹൈന്ദവ പുരാണങ്ങളിൽ ഹൈന്ദവ വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനമായി അവരുടെ വിശ്വാസം അനുസരിച്ച് അന്നദാനത്തിന് അവർ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. ആ പുരാണത്തിലെ ആ ശ്ലോകം ഇങ്ങനെയാണ്: ഗജതരംഗ സഹസ്രം ഗോകുലം കൊടിദാനം കനകരചിത പാത്രം വേദിനി സാഗരാന്തം ഉദയകുല വിശുദ്ധം കോടി കന്യാപ്രദാ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളും കേട്ടല്ലോ അല്ലേ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. ഈ ഉസ്താദിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ പണ്ട് അവിടെ ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ട് നാടകമൊക്കെ നടക്കുമ്പോൾ എല്ലാവരും കാണാൻ പോകാറുണ്ടായിരുന്നു എന്നല്ലോ പറഞ്ഞു. പണ്ട് കാലങ്ങളിൽ ജാതിയും മതമൊന്നും ഇത്രയൊന്നും തീക്ഷ്ണമായിരുന്നില്ല. എല്ലാവരും ഇതിനേക്കാളും നല്ല രീതിയിൽ തന്നെ ഒത്തൊരുമയോടുകൂടി കഴിഞ്ഞിരുന്ന കാലം തന്നെയായിരുന്നു നമ്മുടെ പൂർവികന്മാരുടെയൊക്കെ കാലം അല്ലേ. അപ്പോൾ നമ്മൾ ഇതൊന്നും അങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാണ്, ഇന്നത്തെ കാലത്ത് നമുക്ക് ഇതൊക്കെ എടുത്തു പറയേണ്ടി വരുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. കാരണം നമ്മൾ ഓരോ സ്ഥലവും നമ്മൾ കേൾക്കുന്നത് വർഗീയ വിഷം തുപ്പുന്ന ആൾക്കാരെ തന്നെയാണ് നമ്മൾ കാണുന്നത് അല്ലേ. അതായത് മനുഷ്യരൊക്കെ പാവങ്ങൾ തന്നെയാണ്. ഈ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ പരസ്പരം തമ്മിൽ തല്ലുമ്പോൾ ആലോചിക്കുക. രാഷ്ട്രീയം ഇതിൻ്റെ ഇടയിൽ വരാനേ പാടില്ല. രാഷ്ട്രീയം കൂടി വരുമ്പോഴാണ് കൂടുതലും എന്തുണ്ടാവുന്നത്, ഇവിടെ അടിയും പകയും ഒക്കെ നടക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ ഉസ്താദ് പറഞ്ഞത് നിങ്ങളത് കണ്ടില്ലേ, വീഡിയോ കണ്ടില്ലേ? അതിൽ അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് ആ ശ്ലോകം ചൊല്ലിയിട്ടുള്ളത് അല്ലേ. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമൊക്കെ നടക്കുന്ന സമയത്ത് നാടകമൊക്കെ ഉണ്ടാവുമായിരുന്നു. നാടകമൊക്കെ കാണാൻ പോകും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ നോട്ടീസിൽ കണ്ട ഒരു ശ്ലോകമാണ് അദ്ദേഹം ഇപ്പോൾ ചൊല്ലിയത്. എത്ര വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ടും ആ പുരാണത്തിലെ ആ ശ്ലോകം അദ്ദേഹം മറന്നിട്ടില്ല എന്നുള്ളതാണ് വേറെ ഒരു രസം അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പോലും ആദ്യമായിട്ടാണ് ഇപ്പോൾ ആ ശ്ലോകം സത്യം പറഞ്ഞാൽ കേട്ടിട്ടുള്ളത്. എനിക്ക് പോലും അറിയില്ലായിരുന്നു. അദ്ദേഹം അത് പറഞ്ഞ് ആ വീഡിയോയിൽ തന്നെ അദ്ദേഹം അതെല്ലാം വിശദീകരിക്കുന്നുണ്ട് എന്താണെന്നുള്ളത്. നിങ്ങൾ ആ ശ്ലോകം കേട്ടല്ലോ. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അന്നദാനം കൊടുക്കുമല്ലോ. ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ ഉണ്ട്
അന്നദാനമുണ്ട്, അതായത് ഭക്ഷണം കൊടുക്കുന്നത്. അത് ഒരു എന്താണ് അന്നദാനം എന്ന് പറയുന്ന മഹദ്ദാനം തന്നെയാണ്. അത് ഏത് മതത്തിലായാലും ജാതിയിലായാലും അന്നദാനം മഹാദാനം തന്നെയാണ് അല്ലേ. അപ്പോൾ അതിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരുപാട് സ്വത്തും സ്വർണവും അതുപോലെ തന്നെ എന്താണ് ആനയും കുതിരയും അതുപോലെ തന്നെ സ്ഥലവും ഒക്കെ എന്ത് വലിയ വലിയ പൈസയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരാൾക്ക് ദാനം ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും മഹത്തരമാണ് എന്ത്, ഒരാൾ വിശന്നിട്ട് വീട്ടിൽ കയറി വന്നാൽ അയാൾക്കൊരു വാഴയില വെട്ടി അതിൽ എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ ഉപ്പും മുളകും ആയിരിക്കും അല്ലേ നമ്മൾ ചോറിന് കറി കൊടുക്കുന്നുണ്ടാവുക, പക്ഷേ എന്നിരുന്നാലും അത് കൊടുത്താൽ അതാണ് ഏറ്റവും വലിയ ദാനം എന്നാണ് ആ പുരാണത്തിലുള്ള ഇപ്പോൾ ചൊല്ലിയ ആ ശ്ലോകം ഉണ്ടല്ലോ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് അദ്ദേഹം നമുക്ക് വിശദീകരിച്ചിരുന്നത്. അപ്പോഴാണ് അതെന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ പോലും മനസ്സിലാക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു ശ്ലോകം എൻ്റെ ഒന്നും ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ എന്താണ് മഹാനായ ഇദ്ദേഹം ഇത് പാടി പറഞ്ഞു തന്നപ്പോഴാണ് ഞാൻ പോലും ഇത് അറിഞ്ഞിട്ടുള്ളത്. നമുക്ക് പോലും അറിയില്ല. എന്താണ് എത്രയും പുരാണത്തിലായാലും അവഗാഹമുള്ള ഇദ്ദേഹത്തെ പോലെയുള്ള മതനേതാക്കന്മാർ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ വേണ്ടത് അല്ലേ, എല്ലാവരെയും ഐക്യപ്പെടുത്തി ഒരു രീതിയിൽ കൊണ്ടുപോകുന്നതിന്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പൊങ്കാല നടത്തിയതിന് മുസ്ലിങ്ങൾ ചെയ്തു കൊടുത്ത സഹായം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്ത ആ വീഡിയോൻ്റെ അടിയിൽ ഒരുപാട് സഹോദരന്മാർ വന്നിട്ട് കമൻറ്റ് ചെയ്തു, നല്ലതും മോശവും ഞാൻ പറഞ്ഞു. പക്ഷേ എന്താണ് നല്ലതൊക്കെ നമ്മൾ ഉൾക്കൊള്ളുക സഹോദരന്മാരെ. നമ്മളെന്താണ് എന്ത് പറയുമ്പോഴും നമ്മൾ രാഷ്ട്രീയത്തെ കൂട്ടുപിടിക്കാതിരിക്കുക. രാഷ്ട്രീയത്തെ കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ അവിടെ പല വിദ്വേഷത്തിനും വെറുപ്പിനും കാരണമാവും എന്നുള്ളത് സത്യസന്ധമായ കാര്യം തന്നെയാണ്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മളിവിടെ ജനിച്ചു വീഴുമ്പോഴൊന്നും നമ്മൾ രാഷ്ട്രീയമൊന്നും കൊണ്ടൊന്നുമല്ല ഇവിടെ വന്നത്. എന്നിരുന്നാലും രാഷ്ട്രീയം ഇല്ലാതെ ഈ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിക്കുന്നവരും ഉണ്ട്. പക്ഷേ നമുക്കിവിടെ ഒരു ജനാധിപത്യ രീതിയിലുള്ള വിശ്വാസവും അതുപോലെ തന്നെ ഒരു ഭരണകൂടവും ഒക്കെ നമുക്ക് ഉണ്ടായേ തീരും അല്ലേ. ഇല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നതിനും നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഈ സമൂഹത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നതിനും ഒക്കെ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പണ്ടത്തെ രാജഭരണമൊന്നും എന്തായാലും കൊണ്ടുവരാൻ പറ്റൂലല്ലോ. അപ്പോൾ എന്തായാലും ഒരു പാർട്ടിക്കാർ അല്ലെങ്കിൽ ഒരു തരക്കാർ ഇവിടെ ഭരിച്ചേ പറ്റൂ. പക്ഷേ ഭരിക്കുന്നവരായാലും മനുഷ്യരാണ് ഇവിടെ ബാക്കിയുള്ളത് എന്ന് ആലോചിച്ചുകൊണ്ട് ഭരിക്കുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള മതപരമായ കാര്യങ്ങളിൽ ഒരിക്കലും രാഷ്ട്രീയം കൂട്ടിക്കുഴക്കാതിരിക്കുക. ഇനി എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ ആയാലും എനിക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയവുമില്ല. എല്ലാവരും എൻ്റെ സഹോദരന്മാരാണെന്നുള്ള ചിന്ത മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ തപ്പിപ്പിടിച്ച് എല്ലാവരിലും എത്തിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നത്. ഇത് കണ്ടപ്പോൾ അതും കൂടി നിങ്ങളെ കാണിക്കണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. അതായത് ഇത്രയും മഹാനായ ആ ഉസ്താദ് ഇത്രയും പണ്ട് അദ്ദേഹം കേട്ട ഈ പുരാണത്തിലെ ഈ ശ്ലോകം അദ്ദേഹം ചൊല്ലിത്തന്ന ഒരു ഹിന്ദുമത വിശ്വാസിയായ ഞാൻ പോലും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിനെയും നിങ്ങൾ ചോദ്യം ചെയ്ത് വേണമെങ്കിൽ വന്നേക്കാം. പക്ഷേ സത്യസന്ധമായ മറുപടിയാണ് ഞാൻ പറയുന്നത്. എനിക്ക് പോലും അദ്ദേഹം വിവരിച്ചു തരുമ്പോഴാണ് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കൂടി മനസ്സിലായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ശ്ലോകം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം പോലും ഞാൻ അറിഞ്ഞത് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞപ്പോഴാണ്. നിങ്ങളിൽ പലരും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ നമ്മുടെ ഈഗോ അതിന് പലർക്കും അത് സമ്മതിക്കൂല പലരും അല്ലേ. ഇല്ല എനിക്ക് പണ്ടേ അറിയായിരുന്നു എന്നൊക്കെ വെറുതെ പറഞ്ഞു വരുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, സത്യമായിട്ട് തന്നെ നമ്മൾ അംഗീകരിക്കുക. അതുപോലെ തന്നെ ഏത് മതത്തിലുള്ളവരായാലും നല്ല കാര്യം ചെയ്താൽ അത് മനസ്സോടുകൂടി സ്വീകരിക്കാനും അത് നല്ലതെന്ന് പറയാനുള്ള ഒരു മനസ്സ് നമ്മളെപ്പോലെയുള്ള എല്ലാവർക്കും ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മുസ്ലിം സഹോദരന്മാരായാലും ക്രിസ്ത്യൻ സഹോദരന്മാരായാലും സഹോദരിമാരായാലും ആര് തന്നെയായാലും ഹിന്ദുക്കളായാലും എല്ലാവരും നമ്മുടേതാണ്. അയൽവക്കത്തുള്ളവൻ വിശന്നിരിക്കുമ്പോൾ ഒരു വാഴയിൽ ചോറ് കൊടുത്താൽ അത് മഹത്തരം തന്നെയാണ് അല്ലേ. ഇനി നമ്മൾ വെള്ളം പണ്ടൊക്കെ നമ്മൾ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയിട്ട് വെള്ളം എടുത്തിട്ട് വരാറുണ്ട്. അങ്ങനെ അത് കൊടുക്കാതെ എത്ര ആൾക്കാരുണ്ട്, ഇന്നും വെള്ളം കൊടുക്കാത്തവരുണ്ട്. അത് ജാതിയും മതവും നോക്കിയിട്ട് തന്നെ വെള്ളം കൊടുക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. വെള്ളം ചോദിച്ചു പോയാൽ കൊടുക്കാത്തവരൊക്കെ ഉണ്ട്. ഒരു നേരത്തെ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാൻ കഴിയാതെ മതവും ജാതിയും തിരിച്ച് ജീവിക്കുന്ന നമ്മൾ എന്തിനാണ് ഈ ലോകത്ത് മനുഷ്യരെന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്നത്? അങ്ങനെയുള്ളവരോടൊക്കെ പുച്ഛം മാത്രമേ ഉള്ളൂ. ഇവിടെ ആകെ ഒരൊറ്റ ജാതിയേ ഉള്ളൂ, മനുഷ്യജാതി. അതാണ് മനുഷ്യജാതി. മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മണ്ണിലേക്കാണ് പോകുന്നത് അല്ലേ. ഈ ജാതിയും മതവും പറഞ്ഞ് ഇവിടെ നിന്നും പറഞ്ഞ് അങ്ങനെ പറയുന്നവരൊക്കെ സ്വർഗത്തിലേക്ക് മാത്രം പോകുന്നുണ്ടോ? അതൊക്കെ തെറ്റായ ധാരണ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ ഉസ്താദിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഈ സഹോദരിയെ മറക്കരുത്. എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. അപ്പോൾ മറക്കരുത് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്.